ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബിറ്റ് ബിൽഡേഴ്സ് ടെക്. നമ്മൾ ഇതുവരെ കണ്ടത് അർഡിനോയുടെ ഹിസ്റ്ററി കണ്ടു, അർഡിനോയുടെ സ്ട്രക്ചറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ആക്കി. ഇനി ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ആക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു അർഡിനോ പ്രോഗ്രാമിംഗ് എഴുതാൻ പോകുമ്പോൾ എന്തൊക്കെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ആൻഡ് ഒരു അർഡിനോ പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ആക്കാൻ പോകുന്നത്. സോ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്ന ആൾക്കാരെല്ലാം വീഡിയോ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ലൈക്കും ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, യെസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അർഡിനോ IDE എന്ന് പറഞ്ഞാൽ ഇന്റർഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയൺമെന്റ്. ഓക്കെ, സോ ഈ IDE എന്ന് പറഞ്ഞാൽ ഉള്ള ടെക്നിക്കൽ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഇത്രേ ഉള്ളൂ. അതൊരു എൻവയൺമെന്റ് ആണ്, ഒരു സ്പേസ് ആണ്. നമുക്ക് നമ്മുടെ കോഡുകളും കാര്യങ്ങളും എഴുതാനും ഡീബഗ് ചെയ്യാനും റൺ ചെയ്യാനും വേണ്ടി ഒരു സ്പേസ് ആണ്. ഓക്കെ, ഈ എൻവയൺമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാ? സിമ്പിളാ. ഇപ്പൊ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എക്സെട്ര. സോ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഓക്കെ, പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ്, ഇതിനൊന്നും ഇംഗ്ലീഷും മലയാളവും ഒന്നും അറിയത്തില്ല. സോ നമ്മൾ ഈ ഒരു അർഡിനോയുടെ IDE അല്ലെങ്കിൽ IDE യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് എന്താ ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ഡാറ്റയെ ഇത് 0s and 1 കൺവേർട്ട് ചെയ്യും, അതായത് ബൈനറി ലാംഗ്വേജിലോട്ട്. കാരണം ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ മനസ്സിലാക്കുന്നത് വോൾട്ടേജസ് മാത്രമാണ്, ഐദർ ഹൈ അല്ലെങ്കിൽ ഐദർ ലോ. സോ ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എന്ത് കാര്യം, നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളും ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? IDE പോലത്തെ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പൈത്തൺ ആണെങ്കിലും സീക്കാണെങ്കിലും പല പല കാര്യത്തിന് നമ്മൾ പല പല IDEs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ IDE എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ നമുക്ക് അർഡിനോയുടെ IDE പറ്റി നമുക്ക് ഡിസ്കസ് ആക്കാം. സോ ഇതാണ് നമ്മുടെ അർഡിനോയുടെ IDE. ഓക്കെ, ഈ IDEക്കകത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് നേരെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചറിലോട്ട് പോകാം. നമുക്ക് ആദ്യം കാണുമ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് കാണാൻ പറ്റും. ഒന്ന് വോയിഡ് സെറ്റപ്പും ഒന്ന് വോയിഡ് ലൂപ്പും. ഇത് രണ്ട് ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഈ രണ്ടും ഫങ്ഷൻസ് വിളിക്കാൻ കാരണം എന്താണെന്നൊക്കെ ഞാൻ മുന്നോട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇത് രണ്ടും ഫങ്ഷൻസ് ആണ്, വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും. ഓക്കെ, അപ്പം ഈ രണ്ട് സെറ്റപ്പും ലൂപ്പിനും ഓരോ അർത്ഥമുണ്ട്. ഓക്കെ, അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു പ്രോഗ്രാമിന് ഒരു വട്ടം റൺ ആക്കാൻ വേണമെങ്കിൽ നമ്മൾ വോയിഡ് സെറ്റപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാം. സോ ഇത് നമ്മൾ നോക്കാൻ പോകുന്ന എക്സാമ്പിൾ. നമ്മളിപ്പോൾ കോഡൊന്നും ഡിസ്കസ് ആക്കുന്നില്ല. ഞാൻ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പിനെ പറ്റി മാത്രം ഡിസ്കസ് ആക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ പ്രോഗ്രാമിംഗ് ഇപ്പോൾ മനസ്സിലാക്കണ്ട. ഓക്കെ, സോ അത് നമ്മൾ മുന്നോട്ടുള്ള അതിലായിരിക്കും നമ്മൾ ഡിസ്കസ് ആക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അർഡിനോയുടെ സിമുലേഷൻ ആണ്, അതായത് ടിങ്കർകാഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം അതെങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ. സോ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് LED ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. കാരണം LED ബ്ലിങ്കിൻ്റെ കോഡ് ലൂപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് സെറ്റപ്പിൽ കൊണ്ടിട്ടെന്ന് വിചാരിച്ചോ. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? LED ഗ്ലോ ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. LED ഗ്ലോ ചെയ്യുമ്പോൾ ഈ LED ഒരു വട്ടം ഗ്ലോ ചെയ്തിട്ട് അങ്ങ് ഓഫാകും. കാരണം എന്താ? സെറ്റപ്പിലാണ് ഇത് കിടക്കുന്നത്. കാരണം സെറ്റപ്പിനകത്ത് കോഡ് ഒരു വട്ടം റൺ ആവത്തുള്ളൂ, ലൂപ്പിനകത്ത് റിപ്പീറ്റഡ്ലി റൺ ആവും കോഡ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? LED ബ്ലിങ്കിൻ്റെ കോഡൊക്കെ നമ്മൾ ലൂപ്പിൽ കൊണ്ടിടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ടേൺ ഓൺ ടേൺ ഓഫ് ആക്കാൻ വേണ്ടി. സോ ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും ഇതാണ് ബേസിക് സ്ട്രക്ചർ. നിങ്ങൾ എന്ത് കോഡ് എഴുതുന്നതിന് മുന്നേ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും തീർച്ചയായും നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ആൻഡ് സെറ്റപ്പും ലൂപ്പും ഫംഗ്ഷൻ ചെയ്തതിനു ശേഷം കേർലി ബ്രാക്കറ്റ്സ് എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം, ക്ലോസും ചെയ്യണം. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. അത് സെറ്റപ്പ് ആണെങ്കിൽ ലൂപ്പ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ അത് എറർ കാണിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പൊക്കെ നിങ്ങൾ എഴുതിയേക്കുന്നത് കണ്ടോ? സ്മോൾ ലെറ്ററിലാണ്. ഇത് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാക്കാൻ നോക്കുമ്പോൾ ഇത് ബ്ലാക്ക് ആവും, അതായത് എററാണ്. ഓക്കെ, എറർ ഇൻ ദ സെൻസ് അത് അങ്ങനല്ല, അത് ഇൻബിൽട്ട് ആയിട്ടൊരു ഡിസൈൻ ചെയ്തേക്കുന്ന സ്മോൾ ലെറ്ററിലായിട്ടുണ്ട്, അത് എററാണ്. എറർ ആവാൻ കാരണം
അത് ഇൻബിൽട്ട് ആയിട്ട് അവർ സോഫ്റ്റ്വെയറിനകത്ത് ഇതെല്ലാം സ്മോൾ ലെറ്ററിലാണ് അവർ എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ എഴുതണം. ഇല്ലെങ്കിൽ അത് എറർ കാണിക്കും. സോ ചുരുക്കം പറഞ്ഞാൽ ഇത് കേസ് സെൻസിറ്റീവ് ആണ്, ഈ ഒരു പർട്ടിക്കുലർ ഐഡിക്കകത്തുള്ള പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ. സോ സെറ്റപ്പിൻ്റെ എസ് സ്മോൾ ആണെങ്കിൽ എസ് സ്മോൾ ആയിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഴുതിയ എറർ കാണിക്കും. ഓക്കെ, സോ അതാണ് അടുത്ത പോയിന്റ്, അതായത് കേസ് സെൻസിറ്റീവ് ആണ്. ഇത് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതണം. അതായത് ഇതൊരു കമൻറ്റ് ഇൻ ദ സെൻസ് നിങ്ങളൊരു കോഡ് എഴുതി മറ്റൊരാൾക്ക് ആൾക്ക് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിസിക്കലി അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സൈഡായിട്ട് ഇങ്ങനെ കമൻറ്റുകൾ എഴുതി വയ്ക്കാൻ പറ്റും. ഈ കമൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് റീഡ് ആവത്തില്ല, ഇത് സ്റ്റാറ്റിക് ആയിട്ട് കിടക്കും. ഇത് കോഡായിട്ട് കൺസിഡർ ആക്കത്തില്ല പ്രോഗ്രാമിങ്. ഈ ആർഡിനോ പ്രോഗ്രാം ഇതിനെ സ്റ്റാറ്റിക് ആയിട്ട് കൺസിഡർ ആക്കും, ഇതിനെ ഇഗ്നോർ ആക്കും. ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണ് ഈ കമൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കമൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇടണമെങ്കിൽ ഈ ഇതുപോലത്തെ സ്ലാഷസ് വെച്ചിട്ട് നേരെ ആ ഒരു പർട്ടിക്കുലർ ലൈൻ അങ്ങ് എഴുതിയാൽ അത് കമൻ്റായിട്ട് അതിനെ സ്വീകരിക്കും. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ ഏത് കോഡ് എഴുതിയാലും നമുക്കായാലും അതിനെ നമ്മൾ സെമിക്കോൺ ഇട്ട് ടെർമിനേറ്റ് ചെയ്യണം. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. സെമിക്കോൺ ഇട്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്തില്ലെങ്കിൽ അത് അഗെയിൻ എറർ കാണിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണ്. സോ നമുക്കിനി മുന്നോട്ട് പോകാം. സോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇത്ര ഡിസ്കസ് ആക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ഓൺവേർഡ്സ് നമ്മൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കോഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതായത് LED ബ്ലിങ്ക് തൊട്ട് പല പല എക്സാമ്പിൾസ്, അതായത് ഓരോരോ ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ആക്കാം. ഡിജിറ്റൽ റൈറ്റ്, ഡിജിറ്റൽ റീഡ്, അനലോഗ് റൈറ്റ്, അനലോഗ് റീഡ് ആൻഡ് സോ ഓൺ. സോ അതൊക്കെ നമുക്ക് കമ്മിങ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ആക്കും. സോ സ്റ്റേ ട്യൂൺ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.